ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റവുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അപ്പം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് നമുക്ക് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്ത് വെക്കാം. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 സ്പൂൺ, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും മറ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു തക്കാളിയുടെ 1/2 മുറി തക്കാളി എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും ചെറുതായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ അരപ്പ് തേച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇപ്പം നല്ല രീതിയിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ചിക്കൻ അവിടെ ഇരുന്ന് തണുക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് മൈദ പത്തിരിക്കായിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ബൗള് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു ബൗള് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ട് അര സ്പൂണില്ല 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നിറത്തിന് വേണ്ടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമ്മൾ ആ മൈദ എടുത്ത ബൗളിൽ തന്നെ ഒരു ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് വരാം. എന്നാണ്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. താണ്ടെ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. മിക്സ് ഈ ഒരു രീതിയിൽ വേണം കിട്ടാനും. ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒരുപാട് വെള്ളം പോലെ ആവരുത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന ചിക്കനൊക്കെ തണുത്തു കേട്ടോ. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത ആ എണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 2 മീഡിയം സൈസ് വലിയ ഉള്ളി അരിഞ്ഞത് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്കൊരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരുവിധം വാടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം നമ്മൾ 1/2 മുറി തക്കാളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെയും ഇട്ട് കൊടുത്ത് ഒന്നും കൂടെയും വഴറ്റി കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ എല്ലാം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിനകത്തേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല. എന്നിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ചെറുതായി ഒന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം കേട്ടോ. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം കേട്ടോ പാനിലേക്ക്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മൈദയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 തവിയാണ് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ചെറുതായി ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒരുവിധം ഒന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഈ ചിക്കൻ്റെ മസാല തയ്യാറാക്കി വെച്ചത് ഇതിലേക്ക് ഒരു ഭാഗത്തേക്ക് നമുക്കിതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം മറുവശം നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അടുത്ത സൈഡിൽ നമ്മൾ ഇതുപോലെ ആവശ്യത്തിനുള്ള ഒരു 2 തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആ ഒരു സൈഡ് മാത്രം ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഒന്ന് ചൂടായതിന് ശേഷം ഒരുവിധം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ആ ചിക്കൻ്റെ മസാല ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു സൈഡിലും നമ്മൾ ആ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് തിരിച്ച് നമുക്ക് മടക്കാം. ഇതുപോലെ നമുക്ക് തിരിച്ച് അങ്ങോട്ട് മടക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. നമ്മൾ ഒരു സൈഡൊന്ന് പുരട്ടി നെയ്യ് പുരട്ടി ഒന്ന് ചൂടാകുമ്പോൾ അടുത്ത സൈഡും അതുപോലെ തന്നെ ഒന്ന് തിരിച്ച് നെയ്യ് പുരട്ടി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ചെറിയൊരു ബ്രൗൺ നിറത്തിൽ 2 സൈഡും ആകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റി എടുക്കാം. കണ്ടോ, ഒരു സൈഡ് ചെറിയൊരു ബ്രൗൺ നിറത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡും അതുപോലെ ഒരു ചെറിയ ബ്രൗൺ നിറത്തിലാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 സൈഡും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. ഇതാ നമുക്ക് റെഡിയായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു 2ആയിട്ടാണ് നടുക്ക് വെച്ചാണ് കട്ട് ചെയ്തെടുത്തത്. ഇത് 4ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എന്താണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നോമ്പൊക്കെ തുറക്കാനായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ലൈക്ക് ചെയ്യുക. വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.